ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ പറയുന്നത്, ഇതിനു മുമ്പ് ഞാൻ എൻ്റെ ചാനലിൽ മുടി എങ്ങനെ നമുക്ക് നന്നായിട്ട് കെയർ ചെയ്യാം, അതല്ലെങ്കിൽ ഏറ്റവും ലോവസ്റ്റ് പാർട്ടിൽ എങ്ങനെ നമുക്കിടെ മുടിയിൽ ഉള്ളില്ലാതെ വളരുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അത് എങ്ങനെ മാറ്റി നമുക്ക് നല്ല രീതിയിൽ റൂട്ട് തുടങ്ങി എൻഡ് വരെ നല്ല തിക്കായിട്ട് ഒരേ രീതിയിൽ എങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം, സ്ട്രോങ് ആയിട്ട് എങ്ങനെ നമ്മുടെ മുടിയെ നമുക്ക് ടേക്ക് കെയർ ചെയ്യാം, ആ ഒരു കാര്യത്തിനെ പറ്റി റിലേറ്റ് ചെയ്ത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് കമൻറ്റ്സ്, അതല്ലെങ്കിൽ എനിക്ക് DM ആയിട്ട് കുറച്ച് ആൾക്കാർ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കോമൺ ആയിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ്, അതായത് കൂടുതലുണ്ടായിരുന്നതും ഹെയർ ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയറിൽ എങ്ങനത്തെ ടിപ്സാണ് നമുക്ക് നല്ലത്, അങ്ങനെ. പിന്നെ ഫോർഹെഡ് ഹെയർ ഗ്രോത്ത് എങ്ങനെ നമുക്ക് നോക്കണം, പിന്നെ സ്പ്ലിറ്റൻസ്, പിന്നെ ഏത് സിറംസ് ആണ് മുടിക്ക് നല്ലത് വളരാനായിട്ട്, അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിരുന്നതാണ് ബ്രോക്കൺ ഹെയർ എങ്ങനെയാണ്, അങ്ങനത്തെ ഹെയർ എങ്ങനെ മാറ്റിയെടുക്കാം, ആ ഒരു ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. അങ്ങനെ മൊത്തം ഒരു 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു കൂടുതൽ ആൾക്കാരും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിനെ പറ്റിയും പിന്നെ ഇനി എനിക്കറിയാവുന്ന റിസൾട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് ടിപ്സും കൂടിയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ, എൻ്റെ ഈ വീഡിയോ ഒക്കെ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അതായത് എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. അതുമാത്രമല്ല എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഓർഡിനറി ഗേൾ അഞ്ജു എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജും കൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് തരണം കേട്ടോ, മറക്കാതെ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ മസാജ് ചെയ്യുന്നു, പാക്ക് യൂസ് ചെയ്യുന്നു, ഫുഡ് കഴിക്കുന്നു, ഇതിനെല്ലാത്തിനപ്പുറം ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതല്ലെങ്കിൽ ബാക്ക് ബോൺ എന്ന് പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങളാണ്. ഒന്ന്, നിങ്ങൾ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തുക, കൺഫേം ചെയ്യുക. നിങ്ങളുടെ ഹൈറ്റിനനുസരിച്ച്, നമ്മുടെ ഓരോരുത്തരുടെയും വെയിറ്റിനനുസരിച്ച് നമ്മൾ ഇത്ര വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്. സോ അത്രയും വെള്ളം നിങ്ങൾ എല്ലാ ദിവസവും കുടിക്കുന്നുണ്ടോ നോക്കുക. അങ്ങനെ കുടിക്കുന്നില്ല, മടിയാണ്, അങ്ങനെയുള്ള ആൾക്കാർ മടിയൊക്കെ മാറ്റി വെച്ച് നിങ്ങൾ ഇന്നേ സ്റ്റാർട്ട് ചെയ്യുക വെള്ളം കുടിക്കാനായിട്ട്. ഇനി മടി മാറ്റാനായിട്ട് നിങ്ങൾക്ക് റിമൈൻഡറിങ് വേണം, അതായത് റിമൈൻഡർ വേണം എന്നാണെങ്കിൽ പ്ലേ സ്റ്റോഴ്സിലേക്ക് ഒരുപാട് ആപ്സ് അവൈലബിൾ ആണ്. അതിൽ ഇത്ര ഒരു ടൈം 1 അവർ കൂടുമ്പോഴോ അല്ലെങ്കിൽ 2 അവർ കൂടുമ്പോഴോ 1.5 അവർ കൂടുമ്പോഴോ അല്ലെങ്കിൽ 2.5 അവേഴ്സ് കൂടുമ്പോഴോ നിങ്ങൾ ടൈം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ അലാം പോലെ വന്നോളും. നമ്മൾ വെള്ളം കുടിക്കുക. വെള്ളം കുടിച്ചാൽ നമുക്ക് എല്ലാത്തിലും, നമ്മുടെ ബോഡിക്കും ഹെൽത്തിനും സ്കിന്നിനും ഹെയറിനും ഇമ്പോർട്ടൻ്റ്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ നിങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് PCOS PCOD, നിങ്ങൾക്ക് ഡയറ്റിൻ്റെ പ്രോബ്ലം, ഹോർമോണൽ പ്രോബ്ലം, അതല്ല ബ്ലഡിൽ എന്തെങ്കിലും കൗണ്ട്സ് കൂടുതലോ കുറവോ അങ്ങനെയൊക്കെ ഉള്ളവർ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക. ഡോക്ടർ പറയുന്ന റുട്ടീൻ ഫോളോ ചെയ്യുന്നതൊക്കെ ഏറ്റവും നല്ലത്. സെക്കൻഡറി സ്റ്റേജ് ആയിട്ട് മാത്രം നിങ്ങൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളോ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസിലൊക്കെ കാണുന്ന കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഈ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തവർ മാത്രമാണ് നിങ്ങൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ ഹെയറിനാണെങ്കിലും സ്കിന്നിനാണെങ്കിലും അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. സോ ഈ 2 കാര്യങ്ങളും വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യമായിട്ട് ഞാൻ പറയുന്നത് ഹെയർ ട്രീറ്റ്മെൻറ്റ്, അതായത് ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയറിൻ്റെ ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ടുള്ള എനിക്കറിയാവുന്ന കുറച്ച് കാര്യമാണ്. ആദ്യമായിട്ട് ഞാൻ പറയുന്നത്, എൻ്റെ മുടി ട്രീറ്റ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അതായത് ഞാൻ ഇതുവരെ എൻ്റെ മുടിയിൽ അങ്ങനത്തെ എക്സ്ട്രാ ട്രീറ്റ്മെൻറ്റിനൊന്നും ഞാൻ പോയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് കറക്റ്റ് കാര്യങ്ങളൊന്നും അറിയില്ല. എന്നാലും എൻ്റെ ഫ്രണ്ട്സ് ഇങ്ങനെ മുടി ട്രീറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരോടൊക്കെ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി നിങ്ങൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ ഓൾറെഡി ചെയ്യാൻ വേണ്ടി പോകണം, രണ്ടാമത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഒരു റീതിങ്ക് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എനിക്കിത് ആവശ്യമാണോ, അതോ ഫാഷൻ ഉള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ഒന്ന് റീതിങ്ക് ചെയ്തിട്ട് നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ കൂടുതലും ഒരു ഡോക്ടറിനെ കണ്ട് അവരുടെ തരുന്ന ഒരു റുട്ടീൻ ഫോളോ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഹോം മെയ്ഡായിട്ട് അല്ലെങ്കിൽ വീട്ടിലിരുന്ന് നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ മുടിക്ക് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൂടുതലും 160 ഡിഗ്രി തുടങ്ങി 180 ഡിഗ്രി വരെയുള്ള ടെമ്പറേച്ചറിൽ നിങ്ങൾ ഹീറ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ടെമ്പറേച്ചർ അതനുസരിച്ച് സെറ്റ് ചെയ്യാൻ നോക്കുക. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഫുഡ് നന്നായിട്ട് കഴിക്കുമ്പോൾ ഫുഡിൽ നിങ്ങൾ കൂടുതലും വിറ്റാമിൻ C വിറ്റാമിൻ D തുടങ്ങിയിട്ടുള്ള ഫുഡ് നന്നായിട്ട് ഇൻടേക്ക് ചെയ്യാൻ ശ്രമിക്കുക. അതായത് ഇപ്പോൾ പനീർ, മഷ്റൂംസ്, പൊട്ടറ്റോ, എഗ്ഗ്, ഫിഷ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, പിന്നെ ചീര, മുരിങ്ങയില, മുരിങ്ങിക്ക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഷാമ്പു കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യുമ്പോൾ വിറ്റാമിൻ E കണ്ടൻറ്റുള്ള ഷാമ്പൂസും കണ്ടീഷണറൊക്കെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നാലാമത്തെ കാര്യം, നിങ്ങൾ തല കഴുകുമ്പോൾ ഒരുപാട് മാക്സിമം ചൂടില്ലാത്ത വെള്ളം കൊണ്ട് തല കഴുകാൻ വേണ്ടി ശ്രമിക്കുക. ഡയറക്റ്റ് ഷവറിൻ്റെ അടിയിൽ നിന്ന് തല കഴുകാതെ നമ്മൾ കപ്പ് വെച്ച് തല കുനിഞ്ഞ് മുമ്പോട്ടാക്കി തല കഴുകാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് എനിക്കറിയാവുന്ന ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് എനിക്ക്
എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങളിതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ മുടി ട്രീറ്റഡ് ആയിട്ടുള്ള ഹെയർ ആണ്, നിങ്ങൾ ഇങ്ങനത്തെ ടിപ്സൊക്കെ നോക്കിയിട്ട്, ഇങ്ങനത്തെ ടിപ്സ് ആൻഡ് ട്രിക്സൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ മുടി കുഴപ്പമില്ല അല്ലെങ്കിൽ മുടി കൊഴിച്ചിലുണ്ടായിരുന്നവർ ഈ ടിപ്പ് യൂസ് ചെയ്തിട്ട് മാറിയിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകുമല്ലോ. അപ്പോൾ നിങ്ങളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ബ്രോക്കൺ ആയിട്ട് ഹെയർസ് ഉള്ള ആൾക്കാർ, സ്പ്ലിറ്റ് എൻഡ്സ് ഉള്ള ആൾക്കാർ, പിന്നെ ഫോർഹെഡിൽ എയർ ഗ്രോത്ത് ഉണ്ടാവാനായിട്ട്, അങ്ങനെയുള്ള ഡൗട്ട്സ് ഉള്ള ആൾക്കാർക്ക് എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ് ഇനി പറയാൻ പോകുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും നന്നായിട്ട് മുടി മസാജ് ചെയ്യാൻ നോക്കുക. എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ 20 മിനിറ്റ് നിങ്ങൾക്ക് പറ്റുന്ന ടൈമിൽ നിങ്ങളൊരു സമയം നോക്കിയിട്ട് എല്ലാ ദിവസവും അതൊരു റൂട്ടീനാക്കുക. മുടി നന്നായിട്ട് മസാജ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇൻവേർഷൻ മെത്തേഡ് ഫോളോ ചെയ്യാം. അതല്ലെങ്കിൽ ചുമ്മാ നമുക്ക് ഇരുന്നിട്ടാണെങ്കിലും നന്നായിട്ട് മസാജ് ചെയ്യാൻ ശ്രമിക്കുക മുടി. നിങ്ങൾ മസാജ് ചെയ്യുമ്പോൾ അലോവേര ജെല്ലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ, അലോവേര ജെല്ല് നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ വിറ്റാമിൻ ഇ കണ്ടൻറ്റുള്ള അലോവേര ജെല്ല് നല്ല ബ്രാൻഡിനെ നോക്കി നിങ്ങൾ വാങ്ങിക്കുക. അതല്ലെങ്കിൽ വീട്ടിലുള്ള കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്യാൻ ശ്രമിക്കുക. കോക്കനട്ട് ഓയിലാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് മാത്രം എടുത്തിട്ട് തല മസാജ് ചെയ്താൽ മതി. അതല്ല കോക്കനട്ട് ഓയിൽ വെച്ച് മസാജ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എപ്പോഴാണോ തല വാഷ് ചെയ്യുന്നത് അതിന് മുമ്പ് കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്ത് മസാജ് ചെയ്താൽ മതിയാകും. കാരണം നമ്മൾ കോക്കനട്ട് ഓയിലൊക്കെ വെച്ച് മസാജ് ചെയ്യുമ്പോൾ അത് തലയിൽ തന്നെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തല 2 ദിവസം കൂടുമ്പോഴാണ് കുളിക്കുന്നത്, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ താരം വരാനായിട്ടും വേറെ മുടി കൊഴിച്ചിലൊന്നും കൂടി കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ കുളിക്കുന്നതിന് മുമ്പ് എണ്ണ വെച്ച് മസാജ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ കുളിക്കുന്നതിന് മുമ്പ് മാത്രം ഓയിൽ വെച്ച് മസാജ് ചെയ്യുക, അല്ലാത്ത സമയത്ത് അലോവേര ജെല്ല് വെച്ച് മസാജ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും തന്നെ എല്ലാ ദിവസവും മാക്സിമം 2 പ്രാവശ്യമെങ്കിലും നമ്മുടെ മുടി നന്നായിട്ട് ചീപ്പ് കൊണ്ട് ചീവാനായിട്ട് ശ്രമിക്കുക. നന്നായിട്ട് റെഗുലർലി ഒരു 2 പ്രാവശ്യം, ഒന്നെങ്കിൽ രാവിലെയും രാത്രിയും നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പും രാവിലെ എണീറ്റ് കഴിയുമ്പോഴും നിങ്ങളുടെ മുടി നന്നായിട്ട് എല്ലാ ദിവസവും റൂട്ട് തുടങ്ങി എൻഡ് വരെ ചീപ്പ് കൊണ്ട് ജസ്റ്റ് ഒന്ന് വാരാനായിട്ട് ശ്രമിക്കാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ചീപ്പ് ഒരു മാക്സിമം 3 ദിവസം കൂടുമ്പോഴെങ്കിലും നന്നായിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്യാതിരിക്കരുത്, 3 ദിവസം കൂടുമ്പോഴും വാഷ് ചെയ്യണം. അതല്ല മാക്സിമം വീക്ക്ലി വൺസ് എങ്കിലും നിങ്ങളുടെ ചീപ്പ് മാക്സിമം വാഷ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടേതായിട്ടുള്ള ചീപ്പ് നിങ്ങൾക്ക് മാത്രമായിട്ട് യൂസ് ചെയ്യാൻ മാറ്റി വെക്കുക, മറ്റുള്ളവർക്ക് കൊടുക്കാതെ. ഇനി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തലയിൽ വെക്കുന്നതിന് മുമ്പ് അതൊന്ന് ജസ്റ്റ് ടിഷ്യൂ വെച്ച് തുടക്കുക അല്ലെങ്കിൽ മാക്സിമം കഴുകുകയും ചെയ്തിട്ട് നിങ്ങൾ ചീപ്പ് വെച്ച് വാരാൻ ശ്രമിക്കുക കേട്ടോ. അത് വളരെ നല്ലതാണ് നമ്മൾ എല്ലാ ദിവസവും മുടി വാരുന്നത്. കാരണം മുടി കെട്ടിക്കിടക്കുമ്പോൾ നമ്മുടെ മുടിക്ക് വളരാനായിട്ട് പറ്റത്തില്ല. സോ നന്നായിട്ട് വളരണമെന്നുണ്ടെങ്കിൽ ജടയില്ലാതെ, അതായത് കെട്ടുകളൊന്നും ഇല്ലാതെ മുടിക്ക് ആ ഒരു ഫ്രീ സ്പേസ് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിലും നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും മുടി അഴിച്ചിട്ട് ഫ്രീ ഹെയറായിട്ട് വിടുക. നന്നായിട്ട് ഫ്രീ ഹെയർ ആയിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും മുടി കെട്ടുന്ന ആൾക്കാരാണെങ്കിൽ മുടി പകുതിക്ക് വെച്ച് പൊട്ടിപ്പോകുന്നത് വളരാതിരിക്കാനായിട്ടുള്ള സിറ്റുവേഷൻസൊക്കെ മാറാനായിട്ട് സഹായിക്കും. എല്ലാ ദിവസവും 1 മണിക്കൂറെങ്കിലും മാക്സിമം അല്ലെങ്കിൽ 30 മിനിറ്റെങ്കിലും നമ്മുടെ മുടി ഫ്രീ ആയിട്ട് നമ്മുടെ മുടി അങ്ങനെ അഴിച്ചിട്ട് വിടാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഉള്ളവർക്കാണ് കേട്ടോ. അതായത് നമ്മുടെ ഹെയറിൽ കൊടുക്കാൻ പറ്റുന്ന പ്രാക്ടിക്കലായിട്ടുള്ള ഏറ്റവും നല്ല ഒരു കാര്യമാണ് സ്പ്ലിറ്റ് എൻഡ്സ് ഉള്ളവർക്ക് ട്രിം ചെയ്യുക. അല്ലെങ്കിൽ സ്പ്ലിറ്റ് എൻഡ്സ് ഉള്ളവർക്കും മാത്രമല്ല, സ്പ്ലിറ്റ് എൻഡ്സ് വരാതിരിക്കാനായിട്ടും നമ്മുടെ മുടി 6 ആഴ്ച അല്ലെങ്കിൽ 8 ആഴ്ച കൂടുമ്പോൾ നമ്മൾ മുടി നന്നായിട്ടെന്നല്ല മുടിയുടെ ഏറ്റവും അറ്റത്തുള്ള ഒരു ഭാഗം നമ്മൾ ട്രിം ചെയ്ത് കൊടുക്കും. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായില്ല, അതാണ് ഞാൻ ഈ വീഡിയോയിൽ എടുത്തു പറയുന്നത്. എങ്ങനെ മുടി ട്രിം ചെയ്യണം എന്നുള്ളത് ഒരുപാട് വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ്, ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതെങ്ങനെ ചെയ്യണം എന്ന് ഞാൻ എടുത്ത് ഈ വീഡിയോയിൽ ഇപ്പോൾ പറയുന്നില്ല. പക്ഷേ സ്പ്ലിറ്റ് എൻഡ്സ് ഉള്ളവർ സ്പ്ലിറ്റ് എൻഡ്സ് വരാതിരിക്കാനായിട്ട് എങ്ങനെ വന്നാലും മുടി ട്രിം ചെയ്യണം എന്നുള്ളത് ഒരു മസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ 6 ആഴ്ച അല്ലെങ്കിൽ 8 ആഴ്ച കൂടുമ്പോൾ മുടി എങ്ങനെ വന്നാലും ട്രിം ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അടുത്ത കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുടിക്ക് നല്ലൊരു മസാജിങ് എന്ന് പറഞ്ഞാലോ, മസാജ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ വന്നാലും ഒരാഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലെങ്കിലും നന്നായിട്ട് സ്കാൽപ്പ് എക്സ്ഫോളിയേഷൻ ചെയ്യാൻ ശ്രമിക്കുക. എക്സ്ഫോളിയേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലുള്ള ഡാൻഡ്രഫ് മാറാനായിട്ടും അതല്ലെങ്കിൽ ഡെഡ് സെൽസ് മാറാനായിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അതിനുള്ള പാക്സൊക്കെ ഒരുപാട് പുറത്ത് അവൈലബിൾ ആണ്. നമുക്കിനി ഹോം മെയ്ഡായിട്ട് വേണം എന്നാണെങ്കിൽ നമുക്ക് നല്ല സ്ക്രബായിട്ടുള്ള സോഫ്റ്റ് സ്ക്രബായിട്ടുള്ള നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കോഫി പൗഡർ എടുക്കുക. അത് എങ്ങനത്തെ വേണമെങ്കിലും എടുക്കാം, ഇൻസ്റ്റൻറ്റ് അതല്ലെങ്കിൽ സ്ക്രബായിട്ടുള്ള ടൈപ്പ് കോഫി പൗഡർ എടുത്തിട്ട് അതിൽ കോക്കനട്ട് ഓയിലോ അതല്ലെങ്കിൽ ഹണിയോ അല്ലെങ്കിൽ അലോവേര ജെൽ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് രണ്ടായിട്ട് മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് സർക്കുലർ മോഷൻ
പോർഷനിൽ സോഫ്റ്റായിട്ട് ഒരു 5 തുടങ്ങി ഒരു 15 മിനിറ്റ് വരെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സാധാരണ കഴുകിക്കളയാൻ മുടിയിൽ നിന്ന് പോകും. നന്നായിട്ട് ഷാമ്പു ചെയ്യുന്നുള്ളത് അല്ലെങ്കിൽ പാക്ക് അപ്ലൈ ചെയ്യുന്നവർ ഇത് കഴിഞ്ഞിട്ട് പാക്കും അപ്ലൈ ചെയ്യാം, ഒരു പ്രോബ്ലം ഇല്ല. പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ കഴുകിക്കളഞ്ഞാൽ അത് മുടിയിൽ നിന്ന് പൊയ്ക്കോളും. അപ്പോൾ നിങ്ങൾ സ്കാൽപ്പ് എങ്ങനെ വന്നാലും എക്സ്ഫോളിയേഷൻ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടിക്ക് പറ്റുന്ന, അതായത് മുടി വളരാനായിട്ട് ഹെൽപ്പ് ആവുന്ന സിറംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോരുത്തർക്കും ഞാൻ ഇന്ന ബ്രാൻഡിൻ്റെ എന്നും പറഞ്ഞ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എല്ലാവർക്കും ഒരേപോലെ എഫക്റ്റീവ് ആവണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഏത് സിറംസ് നിങ്ങൾ യൂസ് ചെയ്താലും, അതായത് ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് ഹെയർ സിറമാണോ യൂസ് ചെയ്യുന്നത് അതിൽ മനോക്സിഡ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻ്റ് ഉണ്ടോ നോക്കുക. അതുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അങ്ങനത്തെ സിറംസാണ് മുടി വളരാനായിട്ട്, അല്ലെങ്കിൽ മുടി സ്ട്രെങ്തൻ ആവാനായിട്ട്, മുടി ഹെയർ ഫോൾസ് കുറക്കാനായിട്ടാണെങ്കിൽ മനോക്സിഡ് എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻ്റ് ഉള്ള ഹെയർ സിറംസ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അഫ്കോഴ്സ് ബയോട്ടിൻ അതല്ലെങ്കിൽ വിറ്റാമിൻ അതൊക്കെ ഒരുപാട് നല്ലതാണ്. പക്ഷേ ഈ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അങ്ങനത്തെയുള്ള സിറംസ് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. പിന്നെ നമ്മൾ മസാജ് ചെയ്ത് രാത്രി മുടി നന്നായിട്ട്, അതായത് മുടി നല്ല ഡ്രൈ ഹെയർ ആണ്, ഫ്രിസി ഹെയർ ആണ്, അങ്ങനെയൊക്കെ ഉള്ളവർ നമ്മൾ രാത്രി ഹെയർ സിറംസ് അല്ലെങ്കിൽ അലോവേര ജെൽ യൂസ് ചെയ്തിട്ട് മുടി നന്നായിട്ട് ഒതുക്കി കെട്ടി വെക്കുമ്പോൾ നിങ്ങൾ സിൽക്ക് അതല്ലെങ്കിൽ സാറ്റൻ ആയിട്ടുള്ള ക്ലോത്തുള്ള സ്ക്രഞ്ചീസോ അതല്ലെങ്കിൽ അങ്ങനത്തെ ക്ലോത്തുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് മുടി സെക്യൂർ ചെയ്തിട്ട് കിടന്നുറങ്ങുമ്പോൾ നിങ്ങളുടെ പില്ലോയും ഇതേപോലെ തന്നെ സെയിം സാറ്റൻ അതല്ലെങ്കിൽ സിൽക്ക് മെറ്റീരിയൽ ആയിട്ടുള്ള ക്ലോത്തുള്ള പില്ലോയിൽ കിടന്നുറങ്ങാൻ ശ്രമിക്കുക. അത് നമ്മുടെ ഹെയറിനാണെങ്കിലും ഫേസിനാണെങ്കിലും ഒരുപാട് നല്ലതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഫുഡ് ഇൻടേക്ക് ചെയ്യുമ്പോൾ പ്രോട്ടീനും ബയോട്ടിൻ, സിങ്ക്, അയൺ, വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി തുടങ്ങിയിട്ടുള്ള ഫുഡൊക്കെ നന്നായിട്ട് ഇൻടേക്ക് ചെയ്യാൻ ശ്രമിക്കാം. ഇനി അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിക്ക് ഹെയറിന് വളരാനായിട്ടുള്ള അല്ലെങ്കിൽ സ്ട്രെങ്ത് ആക്കാനായിട്ടുള്ള, ഹെയർ ഫോൾസ് മാറാനായിട്ടുള്ള 2-3 പാക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എസെൻഷ്യൽ ഓയിൽസ് വെച്ചിട്ടുള്ളതാണ്. അതായത് നിങ്ങളുടെ മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്, അതല്ല നിങ്ങൾക്ക് നല്ല ഡാൻഡ്രഫ് ഉണ്ട്, അങ്ങനത്തെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ടീ ട്രീ ഓയിൽ യൂസ് ചെയ്യുക. ഇനി അതല്ല നിങ്ങൾക്ക് മുടി നന്നായിട്ട് ഗ്രോ ചെയ്യണം, നല്ല ലെങ്ത് വെക്കണം, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് റോസ്മേരി എസെൻഷ്യൽ ഓയിൽ യൂസ് ചെയ്യാം. സോ 2-3 ഡ്രോപ്പ് എസെൻഷ്യൽ ഓയിൽ എടുക്കുക. അതിലേക്ക് അലോവേര ജെല്ലും ഒനിയൻ ജ്യൂസും, അതായത് നിങ്ങളുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഒനിയൻ ജ്യൂസും കൂടി അപ്ലൈ ചെയ്തിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് മാക്സിമം വെച്ചിട്ട് ലുക്ക് വാം വാട്ടറിൽ വാഷ് ചെയ്ത് കളയാം. നല്ല അടിപൊളി പാക്കാണ് കേട്ടോ. പിന്നെ രണ്ടാമത്തെ പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ എടുക്കുക. കോക്കനട്ട് ഓയിലിൽ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ, വിറ്റാമിൻ ഇ ഓയിൽ അപ്ലൈ ചെയ്യുക. അതിലേക്ക് അലോവേര ജെല്ലും ഹണിയും അപ്ലൈ ചെയ്ത് അതിലേക്ക് കുറച്ച് പേരക്കട ഇല, അതായത് കിളിന്തല എന്ന് പറയില്ലേ, പേരക്കട ഇലയും കൂടി നന്നായിട്ട് അരച്ച് ചേർത്ത് ആ പാക്ക് തലയിൽ അപ്ലൈ ചെയ്യുക. അടിപൊളിയായിട്ട് മുടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ മൂന്നാമത്തെ പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രിസി ഹെയർ ആണ്, ഡ്രൈ ഹെയർ ആണ്, നിങ്ങളുടെ മുടി നല്ല ഷൈനി ആക്കി കിട്ടണം, നല്ല സോഫ്റ്റ് ആണ്, നന്നായിട്ട് വളരണം, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ല കുക്ക്ഡ് റൈസ്, വെന്ത ചോറെടുത്തിട്ട് അതിലേക്ക് തലേദിവസം കുതിർത്ത് വെച്ച ഉലുവയോ അല്ലെങ്കിൽ ആ സമയത്ത് തന്നെ വെള്ളത്തിലിട്ട് വേവിച്ച ഉലുവയോ ആഡ് ചെയ്യുക. അതിലേക്ക് കഞ്ഞിവെള്ളം ആഡ് ചെയ്യുക. കഞ്ഞിവെള്ളം ഒരു മുട്ടയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് തലയിൽ അപ്ലൈ ചെയ്ത് ഒരു 30 മിനിറ്റ് വരെ വെച്ചിട്ട് നന്നായിട്ട് മുടി കഴുകിക്കളയുക. സോ ഈ 3 പാക്ക് നല്ല അടിപൊളി പാക്കാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കട്ടെ. എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു പാക്കാണ്. പിന്നെ അടുത്തൊരു കാര്യം, നമ്മൾ കണ്ടീഷണർ ഷാമ്പു യൂസ് ചെയ്തിട്ട് എങ്ങനെ വന്നാലും നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യണം എന്ന് പറയാറുണ്ട്. സോ കണ്ടീഷണർ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള കണ്ടീഷണറിന് വേണമെങ്കിൽ ഏറ്റവും നല്ലതാണ് കഞ്ഞിവെള്ളം. ഒന്നെങ്കിൽ തലേദിവസത്തെ കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള കഞ്ഞിവെള്ളം യൂസ് ചെയ്യാം. കഞ്ഞിവെള്ളം ഉപയോഗിച്ച് മുടി കഴുകുന്നത് മുടി സ്ട്രോങ് ആകാനായിട്ടും നല്ല മോയ്സ്ചർ അങ്ങനെ ലോക്ക് ചെയ്ത് കിട്ടാനായിട്ടും ഹെൽപ്ഫുൾ ആകും കേട്ടോ. സോ മുടി കഞ്ഞിവെള്ളത്തിൽ കഴുകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്, പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പ്രൊഡക്ട്സിലൊക്കെ റൈസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള, വിറ്റാമിൻ ഇ ഇൻക്ലൂഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ബയോട്ടിൻ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഈ 3 കാര്യങ്ങളൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നതും വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ അടുത്തൊരു കാര്യം, നമ്മുടെ മുടിയിൽ ലെമൺ മാക്സിമം യൂസ് ചെയ്യാതിരിക്കുക. യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1-2 മാക്സിമം 2 അത്രയും ഡ്രോപ്പ് മാത്രം ലെമൺ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് ഒരുപാട് ലെമൺസൊക്കെ അല്ലെങ്കിൽ ഒരുപാട് സിട്രിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തലയിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പ് ഒരുപാട് ഡ്രൈ ആവുകയും പെട്ടെന്ന് ഏജിങ് ആവാൻ സാധിക്കും. അങ്ങനെ നമ്മുടെ മുടിക്ക് സ്ട്രെങ്തൻ കുറയാനായിട്ടും മുടി കൊഴിയുന്നത് കൂടുതലാകാനായിട്ടും കാരണമാകും. സോ നിങ്ങൾ അങ്ങനത്തെ പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ കഞ്ഞിവെള്ളം പോലെ തന്നെ ഫ്ലാക്സ് സീഡ് ജെല്ല് നമ്മുടെ മുടിക്ക് ഒരുപാട്
ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ ഹോം മെയ്ഡ് പാക്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഫ്ലാക്സ് സീഡ് ജെല്ലൊക്കെ അലോവേര ജെല്ല് ഇല്ലെങ്കിൽ ഈ ഒരു ജെല്ല് യൂസ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇത്രയൊക്കെയാണ് സോ എൻ്റെ വീഡിയോയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ഞാൻ പറയാത്ത എന്തെങ്കിലും ടിപ്സൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ടിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയട്ടോ. സോ അത് ബാക്കിയുള്ളവർക്കും ഹെൽപ്ഫുള്ളായിരിക്കും. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എങ്ങനെ വന്നാലും കമൻറ്റ് ചെയ്യണം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഇനി ഏത് വീഡിയോ ആണ് ഞാൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഓർഡിനറി ഗേൾ അഞ്ജു എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിങ്ങൾക്ക് DM ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.